ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വമെടുക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം കൂടി കർത്താവ് നമുക്ക് തന്നതിനെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയാം. ദൈവത്തെ സ്തുതിക്കുന്നവരാകാം. നമുക്കറിയാം, നമ്മുടെ അടുത്ത നിമിഷങ്ങളിൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് യാതൊരു ഐഡിയയും ഇല്ലാത്ത നിസ്സാരന്മാരായ മനുഷ്യരാണ് നമ്മൾ എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയേണ്ട കാര്യമാണ്, അറിയാവുന്ന കാര്യവുമാണ്. അടുത്തൊരു നിമിഷം എന്ത് സംഭവിക്കുന്നു ആർക്കും പറയാൻ പറ്റില്ല. രാത്രി കിടന്നുറങ്ങുന്ന മനുഷ്യർ രാവിലെ ഏത് രീതിയിലാണ് പുറംലോകം കാണുന്നത് എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. അതിനാൽ തന്നെ ഒരു വചനം കൂടി, ഒരു വചന ശുശ്രൂഷ കൂടി പങ്കെടുക്കുവാനും അത് കേൾക്കുവാനും ദൈവം നൽകിയ അനുഗ്രഹത്തിന് നമുക്ക് പ്രത്യേകം നന്ദി പറയാം. കർത്താവെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ത്രിയേകദൈവമേ, അടിയങ്ങളിലൂടെ ചിന്തിക്കുന്ന വചനഭാഗങ്ങൾ അത് അടിയങ്ങൾക്ക് അനുഗ്രഹമാകുവാൻ തക്കവണ്ണം സഹായിക്കണം, കൂടിയിരിക്കണം കർത്താവെ. അത് അടിയങ്ങളോട് ക്രിയ ചെയ്യാൻ തക്കവണ്ണം ഇടപെടണം കർത്താവെ. പ്രാർത്ഥന കേട്ടതിനെ അവർ സ്തുതിക്കുന്നു കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമത്തിൽ തന്നെ, ആമേൻ. കഴിഞ്ഞ 6 മാസമായി മാസത്തിൽ ഒരു വീഡിയോ വെച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു. ദൈവവചനമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല ആളുകളും ആവശ്യപ്പെടുകയുണ്ടായിട്ടുണ്ട്. അത് എണ്ണം കൂട്ടണം, മാസത്തിലൊന്ന് പോരാ എന്ന് പറയുകയുണ്ടായിട്ടുണ്ട്. നമ്മൾ ആ ഒരു വിഷയത്തിൽ ചിന്തിക്കുന്നുണ്ട്, കൂടുതലാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. കാരണം പലരും പറഞ്ഞത് അവരുടെ ജീവിതത്തിൽ ദൈവവചനം അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ച ദൈവവാക്യങ്ങൾ അനുഗ്രഹമായിരുന്നു എന്ന് പറയുകയുണ്ടായി. അവർക്കത് ഉപകാരപ്രദമായി, അവരുടെ ജീവിതത്തിൽ അത് വളരെയേറെ സന്തോഷം നൽകി എന്ന് പറയുകയുണ്ടായി. ഏതായാലും നമ്മൾ ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്ന പരമ്പരയിൽ ഇന്ന് 7ാമത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. 7ാമത്തെ സന്ദേശമാണ് നമ്മൾ ചെയ്യുന്നത്. ഈ സന്ദേശങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് അനുഗ്രഹമാകുന്നു എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാൻ ഒരു കാരണവശാലും മടിക്കരുത്. നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ ഒരു കാരണവശാലും മടിക്കരുത്. കാരണം അത് അവർക്ക് അനുഗ്രഹമാകുന്നതിനൊപ്പം തന്നെ അത് നിങ്ങൾക്കും അനുഗ്രഹമാകും എന്നുള്ള കാര്യം പ്രത്യേകം ചിന്തിക്കുമല്ലോ. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളോടും ബന്ധുജനങ്ങളോടും അത് സബ്സ്ക്രൈബ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യുക. ദൈവനാമം മഹത്വമെടുക്കട്ടെ. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ചില ചിന്തകളാണ് ഞാൻ ഇന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളായിട്ട് കൂട്ടായിട്ട് ചിന്തിക്കുവാൻ ആഗ്രഹിച്ചത്. ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 23 മുതൽ 28 വരെയുള്ള വചനങ്ങളിൽ അവിടെ ഇങ്ങനെ പറയുന്നു: ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന 3 പുരുഷന്മാരോ ബന്ധിക്കപ്പെട്ടവരായി എരിയുന്ന തീച്ചൂളയിൽ വീണു. നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ചു വേഗത്തിൽ എഴുന്നേറ്റ് മന്ത്രിമാരോട്, നാം 3 പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ച് തീയിൽ ഇട്ടത് എന്ന് ചോദിച്ചതിന് അവർ, സത്യം തന്നെ രാജാവേ എന്ന് രാജാവിനോട് ഉണർത്തിച്ചു. അതിന് അവൻ, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു, അവർക്ക് ഒരു കേടും തട്ടിയിട്ടില്ല. 4ാമത്തവൻ്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. നെബൂഖദ്നേസർ രാജാവ് എരിയുന്ന തീച്ചുളയുടെ വാതിക്കൽ അടുത്തു ചെന്ന് അത്യുന്നത ദൈവത്തിൻ്റെ ദാസന്മാരായ ശദ്രക്കെ, മേശക്കെ, അബേദ്നെഗോവേ പുറത്തു വരുവിൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും തീയിൽ നിന്നും പുറത്തു വന്നു. പ്രധാന ദേശാധിപതികളും ദേശാധിപതിമാരും രാജമന്ത്രിമാരും വന്നുകൂടി. ആ പുരുഷന്മാരുടെ ദേഹത്തിന് തീ പിടിക്കാതെയും അവരുടെ തലമുടി കരിയാതെയും കാൽച്ചട്ടയ്ക്ക് കേടുപറ്റാതെയും അവർക്ക് തീയുടെ മണം പോലും തട്ടാതെയും ഇരുന്നത് കണ്ടു. നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു ദൈവവചന ഭാഗം തന്നെയാണ് നമ്മൾ വീണ്ടും പറയുന്നത്. ഒരു കാര്യം, വചനം എത്രത്തോളം പ്രാവശ്യം നമ്മൾ കേട്ടാലും എത്രത്തോളം പ്രാവശ്യം നമ്മൾ ചിന്തിച്ചാലും അത് അനുഗ്രഹം തന്നെയാണ്. കാരണം വചനം ജീവനുള്ളതാകുന്നു, വചനം ദൈവമാകുന്നു എന്ന് നമ്മെ ബൈബിൾ പഠിപ്പിക്കുന്നു.
ഇവിടെ ചന്ദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നീ 3 യുവാക്കൾ കത്തുന്ന ചൂളയിൽ എറിയപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പരിസമാപ്തിയാണ് നമ്മൾ ഇവിടെ കാണുകയുണ്ടായത്. അതിൻ്റെ സംഭവങ്ങൾ ഇങ്ങനെയാണ്. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ 16-17 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്. നെബൂഖദ്നേസർ രാജാവ് ഒരു വലിയ ഒരു ബിംബത്തെ ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് അത് സ്വർണം കൊണ്ട് പണിത ഒരു സ്വർണ്ണബിംബം. എന്നിട്ട് നാട്ടിൽ മുഴുവൻ പറഞ്ഞു, അവിടെ ഈ വിഗ്രഹത്തെ വന്ദിക്കണം അല്ലെങ്കിൽ നമസ്കരിക്കണം എന്ന് എല്ലാവരോടും ആവശ്യപ്പെട്ടു. എന്നാൽ ഈ 3 യുവാക്കന്മാർ പറയുകയുണ്ടായി, ഞങ്ങളൊരു കാരണവശാലും അതിനെ നമസ്കരിക്കത്തില്ല. അത് പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയുമില്ല. മനസ്സിലാക്കുക, ഇവിടെ പറയുകയാണ്, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. ഇനി അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയില്ല. കേട്ടോ, ഒരു ഉറച്ച തീരുമാനമാണ്. അവർക്കറിയാം, സർവത്തിനും മതിയായ ഒരു ദൈവത്തെയാണ് ഞങ്ങൾ അല്ലെങ്കിൽ അവർ ആരാധിക്കുന്നതെന്നും അവർ വിശ്വസിക്കുന്നതെന്നും അവർ സ്തുതിക്കുന്നതെന്നും അവർക്കറിയാം. അതിനേക്കാൾ വലിയൊരു ദൈവമില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഉറപ്പോടെ, ആ വിശ്വാസത്തോടു കൂടെ തന്നെ പറയുന്നു, ഞങ്ങളെ തീച്ചുളയിൽ നിന്ന് വിടുവിക്കും. ഇനി അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കില്ല. കാരണം അതൊരു വിശ്വാസമാണ്, അതൊരു ഉറച്ച വിശ്വാസമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിലും, കാരണം ഇവർക്ക് വചനത്തിൽ വ്യക്തമായ ധാരണയുണ്ട്. ഏകദൈവമായ യഹോവയെ അല്ലാതെ മറ്റ് ദേവന്മാരെ, മറ്റ് ശക്തികളെ ആരാധിക്കരുതെന്ന് ഇവർക്ക് വ്യക്തമായ ധാരണയുണ്ട്. മനസ്സിലാക്കുക, അവരാ ഒരു ധാരണയിൽ ഉറച്ചു നിൽക്കുകയാണ്, അവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അവർ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചില്ല, ഞങ്ങൾ മരിക്കാനാണ് കർത്താവ് നിശ്ചയിച്ചതെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, അല്ലേ? സ്വാഭാവികമാണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നത്? ഈ വാക്കുകൾ പറഞ്ഞപ്പോൾ നെബൂഖദ്നേസർ രാജാവിന് രോഷം കൊള്ളുകയും ഇവർക്ക് നേരെ തിരിയുകയും രാജാവ് പറയുന്നു, ഈ തീച്ചുള പതിവിലും അധികമായി ചൂടുപിടിപ്പിക്കാൻ രാജാവ് അവരുടെ അവിടുത്തെ പടയാളിയുടെ അല്ലെങ്കിൽ സേവകന്മാരുടെ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അത് 7 മടങ്ങ് ചൂടുപിടിപ്പിച്ചു എന്നാണ് പറയുന്നത്. സാധാരണ ഉള്ളതിനേക്കാളും ആ തീച്ചുള 7 മടങ്ങ് ചൂടുപിടിപ്പിച്ചു. അതിനുശേഷം ചന്ദ്രക്, മേശക്, അബേദ്നെഗോ എന്ന് പറയുന്ന ഈ ബാലന്മാരുടെ കൈയും കാലുമൊക്കെ ബന്ധിച്ച് ഇവരെ കൊണ്ടുപോയി ഈ തീച്ചൂളയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ആ തീച്ചൂളയുടെ ചൂടിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഈ എറിഞ്ഞു കളയാൻ പോയ, ഇവരെ എടുത്തുകൊണ്ട് പോകണല്ലോ തീയിലേക്ക്, പോയ സേവകന്മാർ എരിഞ്ഞുപോയി. അവർ പറയാണ്, അവരെ കൊണ്ടുപോയ പുരുഷന്മാരെ, അതായത് അബേദ്നെഗോവിനെയും ചന്ദ്രക്കിനെയും മേശകിനെയും എടുത്തുകൊണ്ടുപോയ പുരുഷന്മാരെ അഗ്നിജ്വാല ദഹിപ്പിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, അവരെ തീച്ചൂളയിൽ ഇട്ടിട്ടില്ല, ഇവരെ എടുത്ത് തീച്ചൂളയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളൂ, അവരെയാണ് ദഹിപ്പിച്ചു കളയുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്ക്, ആ തീയുടെ ചൂട് എത്രയായിരിക്കും? അവരെ ഈ തീയിലേക്ക് ഇട്ട ശേഷം
എരിയുന്ന തീയിലേക്ക് ഇട്ട ശേഷം രാജാവ് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ്, ഇവർ 3 പേരെയാണ് രാജാവ് തീച്ചൂളയിലിട്ടത്. 4ാമത് ഒരാൾ കൂടി അവിടെയുണ്ട്. രാജാവ് ഇട്ടത് 3 ആളെ. അവൻ ദൈവദൂതനെ പോലെ ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലാക്കുക. ഇവരുടെ കെട്ടുകളെല്ലാം അഴിഞ്ഞ് ഇവർ തീയിലൂടെ നടക്കുന്നു. ശരിക്കൊന്ന് ആലോചിച്ച് നോക്കി ആ ഒരു അവസ്ഥ, ആ ഒരു നിമിഷത്തിലുണ്ടാകുന്ന, അവർക്കുണ്ടാകുന്ന മാനസികമായിട്ടുണ്ടാകുന്ന ആ ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്ക്. എരിയുന്ന തീയിലേക്ക് ഇട്ടപ്പോൾ അവരെ കെട്ടിയിരുന്ന കയറ് ഒക്കെ എരിഞ്ഞുപോയി. ബന്ധിച്ചിരുന്ന കയറെല്ലാം എരിഞ്ഞുപോയി. ഇവരുടെ ഒരു മുടിനാരിഴ പോലും കത്താതെ, താടിരോമങ്ങളോ മീശരോമോ അല്ലെങ്കിൽ മുടിനാരിഴയോ കത്താതെ, അവരുടെ വസ്ത്രങ്ങൾക്ക് ഒരു നൂലിന് പോലും കേടുപറ്റാതെ അവർ ആ തീച്ചുളയിൽ കൂടെ നടക്കുക. ഒപ്പം ദൈവദൂതനും, സ്വർഗത്തിലോ കർത്താവിൻ്റെ ദൂതനും അവരുടെ ഒപ്പം നടക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കുക ആ മാനസികാവസ്ഥ. നമ്മളാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി അല്ലേ? അത് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെ കേട്ടോ. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ എൻ്റെ കണ്ണ് നിറയും. കാരണം തീച്ചൂളയിൽ കൈവിടാത്ത ഒരു ദൈവത്തെയാണ് നമ്മളിവിടെ കാണുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, മനസ്സിലാക്കുക, നീ തീച്ചൂളയുടെ അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, തീച്ചൂളയുടെ അനുഭവത്തിൽ കൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ആ തീച്ചൂളയിലും നിന്റെ കൂടെ നിൽക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. നിന്റെ പ്രയാസങ്ങൾ എന്തുമായിക്കോട്ടെ, നിന്റെ സങ്കടങ്ങൾ എന്തുമായിക്കോട്ടെ, അവിടെ നമ്മളെ താങ്ങുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, ചന്ദ്രക് മേശക് അബേദ്നെഗോ പറഞ്ഞതുപോലെ, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല. ഒരു വിശ്വാസമാണ്, ഒരു ഉറച്ച വിശ്വാസമാണ്. ആ വിശ്വാസത്തോടു കൂടെ നമ്മൾ നിന്നാൽ, ആ വിശ്വാസം നമുക്കുണ്ടായാൽ, ആ ഉറച്ച വിശ്വാസം നമുക്കുണ്ടായാൽ, തീച്ചൂളയിൽ കൂടെ നിൽക്കുന്ന ഒരു ദൈവം നമുക്ക് ഉണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചാൽ, നിന്റെ പ്രശ്നങ്ങൾ എന്തുമായിക്കോട്ടെ, തീച്ചൂളയുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോവുകയാണോ, കൂടെ നിൽക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. സാമ്പത്തിക പ്രയാസങ്ങളെ കൊണ്ട് നീ പ്രയാസപ്പെടുന്നോ? രോഗങ്ങളാൽ നീ ബന്ധിക്കപ്പെട്ടോ? വിശ്വസിക്കുക, തീച്ചൂളയിൽ കൂടെ നിൽക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ചെയ്യാത്ത തെറ്റിന് നീ ശിക്ഷിക്കപ്പെട്ടോ, നീ അപമാനിക്കപ്പെട്ടോ, ചിന്തിക്കുക, തീച്ചൂളയിലും കൂടെ നിൽക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. വിശ്വസിക്കുക മാത്രം ചെയ്യുക. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞത് വിശ്വാസത്തിൻ്റെ ചില തലങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനിയുള്ള 2-3 എപ്പിസോഡുകളും നമ്മൾ പറയാൻ പോകുന്നത് വിശ്വാസത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച് തന്നെയാണ്. ഇവിടെ ചന്ദ്രക് മേശക് അബേദ്നെഗോ എന്ന് പറയുന്ന 3 യുവാക്കന്മാരുടെ വിശ്വാസത്തിലൂടെ ഞാൻ പറയാൻ ശ്രമിച്ചത്, നമുക്ക് ഈ വിശ്വാസം നമുക്കുണ്ടാകണം. നമ്മുടെ ദൈവം സകലത്തിനും മതിയായവനാണ് എന്നുള്ള വിശ്വാസം നമുക്കുണ്ടാകണം. ഉണ്ടായാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും, നമ്മുടെ കൂടെ നിൽക്കും, വിടുവിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ നെബൂഖദ്നേസർ രാജാവ് ഈ കാഴ്ച കണ്ട് പരിഭ്രമിച്ചു പോയി. ഇവിടെ പറയുന്നു, നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ചു വേഗത്തിൽ എഴുന്നേറ്റു. മന്ത്രിമാരോട്, നാം 3 പുരുഷന്മാരല്ലയോ തീയിലിട്ടത്, ഇതാ 4ാമത് ഒരുത്തൻ കൂടി നടക്കുന്നു. രാജാവ് പറയാണ്, നമ്മൾ 3 ആളല്ലേ ഇട്ടുള്ളൂ, ഇതാ 4ാമത്. മനസ്സിലാക്ക്, നിന്റെ കഷ്ടതകളിൽ, നിന്റെ പ്രയാസങ്ങളിൽ മനസ്സിലാക്കുക, നിന്റെ കൂടെ ദൈവമുള്ളത് അറിയും. അവരൻ കാണും നിന്റെ കൂടെ ദൈവമുണ്ട് എന്നുള്ളത്. നിന്റെ വിശ്വാസം അടുത്തവന് സാക്ഷ്യമാകും. നിന്റെ കൂടെ ദൈവമുണ്ട് എന്ന് കാണും. നെബൂഖദ്നേസർ രാജാവ് ദൈവദൂതനെ കണ്ട് പരിഭ്രമിച്ചു. അത് തുടർന്ന് നെബൂഖദ്നേസർ രാജാവ് പറഞ്ഞെന്താ? ചന്ദ്രക് മേശകിൻ്റെ അബേദ്നെഗോവിൻ്റെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ,
മനസ്സിലായോ? സ്വന്തമായിട്ടൊരു ദൈവത്തെ സൃഷ്ടിച്ച് വെച്ചവനാണ് പറയുന്നത്, ചന്ദ്രക്കിൻ്റെ മേശക്കിൻ്റെ അബേദ്നെഗോവിൻ്റെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ദാവീദിന്റെ പുസ്തകം 3-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ പറയുന്നൊരു കാര്യമാണ്. മനസ്സിലായോ? രാജാവ് പറയുകയാണ്, ഇങ്ങനെ പറയുന്നു, തങ്ങൾ ആശ്രയിക്കുകയും സ്വന്തം ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കത്തക്കവണ്ണം രാജകൽപ്പന കൂടെ മറുത്തു തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തൻ്റെ ദാസന്മാരെ അവൻ സ്വദൂതനെ അയച്ച് വിടുവിച്ചിരിക്കുന്നുവല്ലോ. ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന വേറൊരു ദൈവവും ഇല്ലായ്ക കൊണ്ട്. തുടർന്ന് പറയുകയാണ്, എല്ലാ ജാതിക്കാരിലും, ഏത് ജാതിക്കാരിലും, വംശക്കാരിലും, ഭാഷക്കാരിലും ആരെങ്കിലും ചന്ദ്രക്കിൻ്റെയോ മേശക്കിൻ്റെയോ അബേദ്നെഗോവിൻ്റെ ദൈവത്തിന് വിരോധമായി വല്ല തെറ്റും പറഞ്ഞാൽ അവനെ കഷ്ണം കഷ്ണമായി ശകലിക്കുകയും അവൻ്റെ വീട് കുപ്പക്കുന്നാക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിധി കൽപ്പിക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്ക്. ചന്ദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന് പറയുന്ന 3 യുവാക്കന്മാരുടെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലുണ്ടായ അനുഭവം നെബൂഖദ്നേസർ രാജാവിനെ കൊണ്ട് പറയിപ്പിച്ചു. അത് അത്യുന്നതനായ ദൈവമാണെന്ന്. ആ ദൈവമാണ് എല്ലാ ജാതികളുടെ ദൈവത്തെക്കാളും വലുതെന്ന് പറയുകയുണ്ടായി, അല്ലെങ്കിൽ പറയിപ്പിച്ചു. നിന്റെ അനുഭവം, നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിടുതൽ, അത് അവരനെ കൊണ്ട് പറയിപ്പിക്കും. അത് അത്യുന്നതനായ ദൈവത്തിൻ്റെ ഇടപെടലാണ്. മനസ്സിലാക്കിക്കൊള്ളുക. തീയുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ തീയിലും കൂടെ നിൽക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളതെന്ന് എപ്പോഴും ചിന്തിക്കുക, ഓർക്കുക, ദൈവനാമത്തിൽ മഹത്വപ്പെടുത്തുക, വിശ്വസിക്കുക. അത്യുന്നതനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഏത് അഗ്നിയുടെ അനുഭവത്തിലും നമ്മോട് കൂടെ ഉള്ളൊരു ദൈവമാണ് നമുക്കുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം, ചിന്തിക്കാം. ആ ദൈവത്തിൻ്റെ മുമ്പിൽ താണിരിക്കാം, പ്രാർത്ഥിക്കാം. ഞാൻ എപ്പോഴും പറയുന്നു, എൻ്റെ കണ്ണ് നിറയുന്ന ഒരു സംഭവമാണ് ഈ ഒരു വിഷയം. കാരണം തീയുടെ അനുഭവത്തിൽ, തീയിൽ കിടക്കുമ്പോൾ അവരോട് കൂടെ ദൈവം ഒരു ദൂതനെ അയക്കുന്നു. തീക്കകത്ത് അവർ പുൽത്തകടിയിൽ നടക്കുന്നത് പോലെ നടക്കുന്നു. എന്തൊരു അനുഭവമാണത്! എന്തൊരു മഹത്തായ അനുഭവമാണ്. ഈ അനുഭവം നമ്മുടെ ജീവിതത്തിൽ നേടാൻ നമുക്ക് കഴിയും. ഇന്നും ജീവിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇന്നും ജീവിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന് ചിന്തിക്കുക. ദൈവനാമം മാത്രം എടുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അനുഗ്രഹിക്കണേ. കർത്താവ് യേശു ക്രിസ്തു കൂടെ അത്യധികമായി ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഞങ്ങളെ സ്വർഗീയ നല്ല പിതാവേ, അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവിടെ ഇന്ന് അടിയങ്ങൾ ചിന്തിച്ച ദൈവവചനം ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ, ഞങ്ങളുടെ പ്രയാസങ്ങളിൽ ഞങ്ങൾക്ക് തുണയായി വരുന്ന ഒരു ദൈവത്തെ അടിയങ്ങൾ കണ്ടുവല്ലോ. തീച്ചുള്ളിയുടെ അനുഭവത്തിലും കൂടെ നിൽക്കുന്ന ഒരു ദൈവത്തെ അടിയങ്ങൾ കണ്ടുവല്ലോ. ദൈവമേ, അടിയങ്ങൾ താണിരിക്കുന്നു. ഈ ദൈവത്തിൻ്റെ മുമ്പിൽ അടിയങ്ങൾ താണിരിക്കുന്നു. ഞങ്ങളുടെ പ്രയാസങ്ങളുടെ മേൽ, പ്രശ്നങ്ങളുടെ മേൽ അങ്ങ് ഇടപെടുന്നതിനെ ഓർത്ത് നന്ദിയോടെ താണിരിക്കുന്നു. കർത്താവെ, സർവ്വപ്രാർത്ഥന കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളത് കേൾക്കുമാറാകണം. പൊന്നു തമ്പുരാനെ, ആമേൻ. പ്രിയമുള്ളവരെ, നമ്മളുടെ വചന ശുശ്രൂഷയുടെ 7ാം ഭാഗമാണ്. ഓരോ മാസത്തിനും കൂടുതൽ എണ്ണം ഉൾപ്പെടുത്തുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തു തന്നെയായാലും നിങ്ങൾ അയച്ചു തരിക. അത് പ്രാർത്ഥിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സഹോദരങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തോന്നുന്നുവെങ്കിൽ അയച്ചു കൊടുക്കുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രദ്ധിക്കുക. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.